ഗോപികൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് SK വനിതകൾ കൂട്ടമായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി, അതുപോലെ KSRTC സൗജന്യ യാത്ര ഈ വനിതകളുടെ ഇടയിൽ വല്ലാത്ത ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗോപികൃഷ്ണൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത്തരം ഗ്യാരണ്ടികളൊക്കെ നമ്മുടെ സംവിധായകരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്? അല്ല, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അസിത പറഞ്ഞ ഒരു പോയിന്റിനോടാണ് എനിക്കും ചേർന്ന് നിൽക്കാൻ തോന്നുന്നത്. അതിന് കാരണം ഇപ്പോൾ ഈ ബംഗാളികൾ അതുപോലെ തന്നെ അസ്സാമിൽ നിന്ന് വന്ന ആളുകൾ ഇവരെയൊക്കെ തിരിച്ച് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് എത്തണം, കാരണം ഈ തവണ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ പ്രശ്നത്തിലാവും ഈ SIR വന്ന ശേഷം. അപ്പോൾ ആ ഒരു ഭീതി, ഒരു ആശങ്ക, ഞാൻ പറഞ്ഞത് നഗരപ്രദേശങ്ങളിലല്ല, ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ ഒരു ആശങ്ക, അതുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇപ്പോൾ എന്നെയൊക്കെ പോലും നാട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ചു. നാട്ടിലെ സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, ഇത് ഈ കാരണം പറഞ്ഞു വിളിച്ചു. വോട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാകും. അമേരിക്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും അമേരിക്ക പോകണമെന്ന് പറഞ്ഞു. SIR പേര് ചേർത്ത കണക്കൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ തൃത്താല അടക്കമുള്ള പല സ്ഥലങ്ങളിലെ കണക്ക് ഞാൻ എടുത്ത് നോക്കിയതാണ്. കുറച്ചധികം മനുഷ്യർ ഇക്കുറി ആശങ്കപ്പെട്ടിരുന്നു. ആശങ്ക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജ്യത്തു നിന്ന് പൗരത്വത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെടും എന്ന് വലിയ തോതിൽ ആശങ്കപ്പെട്ടിരുന്നു. ആ മനുഷ്യർ അങ്ങനെ ആശങ്കപ്പെട്ടതിൽ ഞാൻ കുറ്റം പറയില്ല, പഴിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടായ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബന്ധിക്കാൻ ആവശ്യമായ പല ലക്ഷ്യങ്ങൾ സംശയിക്കപ്പെടാവുന്ന പലതും ഉണ്ടായി. സ്വാഭാവിക ആശങ്കപ്പെട്ടു മാത്രമല്ല SK ഇപ്പം ബാക്കി ഇതിലൊന്നും വലിയ എന്തിനു വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടന്ന മനുഷ്യർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഈ പറഞ്ഞ ഹിയറിങ്ങിനൊക്കെ പോയി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട പിന്നാലെ നടന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി ഈ SIR-ലേക്ക് കടന്നുകൂടാൻ അവർ നടത്തിയ ശ്രമങ്ങളെ പറ്റി വളരെ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കുറേയധികം ആ രീതിയിൽ ആശങ്കപ്പെട്ട കുറേയധികം മനുഷ്യർ SIR-ൽ അവർ പേര് ചേർത്തിട്ടുണ്ട്. അത് ഉറപ്പായും അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലം എന്നത് മാത്രം ഇനി നമുക്ക് വോട്ടുണ്ട് പറയാം. ദിലീപേ, നമ്മുടെ പ്രേക്ഷകരെ കൂടി ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ ഈ ഷാൻസ് എന്നൊരു പ്രേക്ഷകൻ പറയുകയാണ്, ഇതൊരു ട്രെൻഡാണ്. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത് അതൊരു കാറ്റടിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കാറ്റ് ആർക്ക് അനുകൂലമാകും എന്ന് മാത്രമേ ഇനി കാണാനിരിക്കുന്നുള്ളൂ എന്ന് കരുതുന്ന പ്രേക്ഷകരുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.